നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ഭരിച്ചിരുന്ന കോത രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ ചുറ്റുമതിലാണ് കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. കൊട്ടാരം നിലനിന്നിരുന്ന കൊട്ടാരത്തെ ചുറ്റുണ്ടായിരുന്ന ചുറ്റുമതിൽ. കൊട്ടാരമൊക്കെ നശിച്ചു പോയി. കൊട്ടാരത്തെ ചുറ്റുമതിലാണത്. 1565 കൊച്ചി രാജാവ് കിഴക്കൻ മലയോര പ്രദേശങ്ങളുടെ ഭരണത്തിന് വേണ്ടിയിട്ട് ഇടപ്പള്ളി സ്വരൂപത്തിൽ നിന്ന് ഒരാളെ ഇവിടെ ഭരണത്തിനായി കൊണ്ടുവന്നു. കോതമംഗലത്ത് 4 കോതവർമ്മമാർ ഭരിക്കുകയും 4ാമത്തെ രാമവർമ്മയുടെ 1795 മരണത്തിന് ശേഷം തിരുവിതാംകൂറിൻ്റെയും ബ്രിട്ടീഷിൻ്റെയും വരവോടുകൂടി ശക്തൻ തമ്പുരാൻ നാട്ടുരാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അധികാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് അധികാരങ്ങളെല്ലാം ഒരേ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. കൊച്ചി രാജാവിൻ്റെ കീഴിൽ ഒരേ കേന്ദ്രത്തിലേക്കായിട്ട് ഭരണസമിതി കൊണ്ടുവന്നു. പിന്നീട് മൂവാറ്റുപുഴയും കോതമംഗലവും തിരുവിതാംകൂറിൻ്റെ കീഴിലാവുകയും തിരുക്കൊച്ചി സ്റ്റേറ്റ് രൂപം കൊള്ളുകയും ചെയ്തു. ഏകദേശം 500 വർഷത്തോളം പഴക്കമുള്ള കൊട്ടാരത്തിൻ്റെ ചുറ്റുമതിലാണ് കേട്ടത്. ഇതിൻ്റെ ഉണ്ടായിരുന്നുവെന്നോ രാജാക്കന്മാർ ഭരിച്ചിരുന്നോ ഇപ്പോൾ ഉണ്ടായിരുന്ന തലമുറയ്ക്കൊന്നും ഒരു അറിവുണ്ടായിരിക്കില്ല കേട്ടോ. കോതവർമ്മയുടെ കൊട്ടാരം ഉണ്ടായിരുന്നത് മയിലൂരായിരുന്നു കേട്ടോ, നമ്മുടെ മയിലൂർ. കൊട്ടാരത്തിന് ചുറ്റും 10 അടി താഴ്ചയിൽ ഒരു 8 അടി വീതിയിൽ ട്രെഞ്ച് കുഴിച്ചിട്ട് ട്രെഞ്ചിൻ്റെ 2 സൈഡുമാണ് കേട്ടോ ഈ മതിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ കൊട്ടാരത്തിന് ചുറ്റും ട്രെഞ്ച് ഉണ്ടായിരുന്നു. 10 അടി താഴ്ചയുള്ള ട്രെഞ്ച് ഉണ്ടായിരുന്നു. ട്രെഞ്ചിൻ്റെ 8 അടി ഹൈറ്റിൽ മതിൽ കെട്ടിയിട്ടാണ് കൊട്ടാരത്തിൻ്റെ ചുറ്റുമതിലായിട്ട് ചുറ്റുമതിൽ കെട്ടിയിരിക്കുന്നത്.